സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യൗവനക്കാരനായിരുന്ന യോശുവ മോശയുടെ അടുക്കൽ സഹായിയായി നിന്നു. ചുമടെടുക്കാനും എല്ലാ പണികളും ചെയ്യുവാൻ സഹായിച്ചിരുന്നു. എന്നാൽ യോശുവ വിശ്വാസം പഠിക്കാനിടയായി. മോശയുടെ അടുക്കൽ നിന്ന് സ്നേഹം അറിയാനിടയായി. സമാധാനത്തോടെ ആയിരിക്കുവാൻ പഠിച്ചു. യൗവനമോഹങ്ങളെ ജയിക്കുവാൻ കഴിഞ്ഞു. ദൈവദാസനോട് ചേർന്നിട്ട് ദൈവിക ദർശനങ്ങളെ പ്രാപിച്ചുകൊണ്ട് മോശ വൃദ്ധനായ സമയത്ത് മോശയുടെ മകനെയാണോ ദൈവം നായകനാക്കിയത്? മോശയുടെ മകനെയാണോ ദൈവം നായകനാക്കി തിരഞ്ഞെടുത്തത്? നിന്റെ അടുക്കലുള്ള യോശുവയെ വിളിച്ചു കൊണ്ടുവരിക, അവനെ കൊണ്ടുവന്ന് നീ അവനെ അഭിഷേകം ചെയ്യുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്നത് പോലെ യോശുവയോടും കൂടെ ഇരിക്കാനിടയാകും. നിന്നെ സഹായിച്ചതുപോലെ ഞാൻ യോശുവയെയും സഹായിക്കാനിടയാകും. ഒരു പണിക്കാരനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ. 40 വർഷം പണിക്കാരനായി അവൻ വേല ചെയ്തു. എന്നാൽ വലിയ ഒരു നായകനായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുക്കുവാനിടയായി. എലീശയെ ദൈവം വിളിച്ച സമയത്ത് ഏലിയാവ് പോയി അവന്റെ മേൽ പൊതുപ്പെട്ട സമയത്ത് അവൻ 12 ഏർ കാളകളെ കെട്ടിക്കൊണ്ട് ഉഴന്നിരിക്കുമെന്ന്. 12ാമത്തേതിന്റെ കൂടെ അവൻ തന്നെയായിരുന്നു. അപ്പോൾ ഓർക്കുക എത്ര ഭൂസ്വത്ത് അവൻ ഉണ്ടായിരുന്നു. ഒരുപാട് പണിക്കാരെയൊക്കെ വെച്ചിട്ട്, നിങ്ങൾക്ക് കലപ്പയെന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കാം, 12 ട്രാക്ടറുകൾ വെച്ചിട്ട് ഭൂമി ഉഴവുകയായിരുന്നുവെന്ന്. 12 ട്രാക്ടറുകളും അവൻ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഓർക്കും എത്ര ഉത്തരവാദിത്തമുള്ളവനാണ് ഇവൻ, അതുപോലെ എത്ര സമ്പന്നനാകുന്നു ഇവൻ എന്ന്. പുതപ്പ് അവന്റെ മേൽ ഇട്ടിട്ട് കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിത്തൊക്കെ വിധിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. എന്താണ്? എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, നാട്ടുകാരോടെല്ലാം പറഞ്ഞിട്ട്, അപ്പനോടും അമ്മയോടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു, അമ്മ എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, അപ്പ എന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്, അപ്പാ ഞാൻ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ പോകുന്നു എന്ന് പറയാൻ പോയി. എത്രമാത്രം സന്തോഷമുണ്ടായെന്നറിയാമോ? അവൻ ആ കലപ്പയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ കാളയെ യാഗമർപ്പിച്ചിട്ട് ജനത്തിനെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാൻ പോകുകയാണെന്നുള്ള സന്തോഷത്തോടെ, എത്ര സന്തോഷമാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞതുപോലെ. അബ്ബാബാബ എന്തൊരു സന്തോഷമാണ്. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒഴുവാൻ ഇടവരുത്താതെ, ഈ കലപ്പ എനിക്ക് ആവശ്യമില്ല. ചിലർ പറയും, ഞാൻ നോക്കട്ടെ, ഒരു 3 ദിവസം ദൈവവേല നോക്കാം, ഞാനൊരു ലോങ് ലീവ് എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം, ദൈവവേല നന്നായി പോകുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് എൻ്റെ ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്യാം. കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും തന്നെ എനിക്ക് യോഗ്യൻ അല്ല. ദൈവവേലയെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ആലോചിക്കുന്നത്? ഈ കാലത്ത് വിശ്വസ്തരായിരിക്കുന്നതായ ദൈവദാസന്മാർ കുറഞ്ഞു പോകുന്നു. നോക്ക്, ദൈവവേല എന്ന് പറഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്, ദൈവവേല എത്ര വലിയ ഭാഗ്യമാകുന്നു. ഡേവിഡ് ബ്രെയ്നാർഡ് പറഞ്ഞു, എൻ്റെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗ്രാമങ്ങളിലെല്ലാം കയറി ഇറങ്ങി നശിച്ചു പോകുന്നവരെ തിരഞ്ഞുരക്ഷിപ്പാൻ, സ്വർഗീയ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ദൈവം ചെയ്തതായ അത്തരത്തിലുള്ള ഒരു ദൈവവേല, അത്തരമൊരു ദൈവവേല എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ജോലി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തിന്റെ ഹിതപ്രകാരം എലീശ അങ്ങോട്ട് പോകാനിട. അത്ര വലിയ ധനവാനായിട്ടും ഏലിയാവിന്റെ അടുക്കിലേക്ക് പോയി. പിന്നീട് എന്ത് സംഭവിച്ചു അറിയാമോ? ഏലിയാവ് എടുക്കപ്പെട്ടതിന് ശേഷമായിട്ട് രാജാവ് ഒരു നാൾ ചോദിക്കുകയാണ്, ദേശത്ത് പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ? ഏലിയാവ് നമ്മെ വിട്ട് പോയിരിക്കുന്നുവല്ലോ. അപ്പോൾ എങ്ങനെയാണ് എലീശയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തതായ എലീശ ഉണ്ട്. എന്താണ് അവൻ ചെയ്തത്? അവൻ ഒരു സേവകന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എലീശ ഏലിയാവിന്റെ അടുക്കൽ എങ്ങനെയായിരുന്നു? പരിചാരകനായിരുന്നു. ഈ സമ്പത്തെല്ലാം ഇവിടെ വിട്ടുകളഞ്ഞിട്ട്, ഈ ധനമെല്ലാം വിട്ടുകളഞ്ഞിട്ട് ദൈവവേല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് എന്താണ് ചെയ്തത്? അവിടെ നിനക്ക് ഒരു നല്ല ജോലിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നിരിക്കാം. എന്നാൽ എലീശ ഒരിക്കലും അതിനെക്കുറിച്ച് ദുഃഖിച്ചിരുന്നില്ല. എന്താണ്? നീ ബഥേലിൽ തന്നെ ആയിരിക്കൂ, ദൈവം എന്നെ വിളിക്കുന്നുണ്ട് എന്ന് ഏലിയാവ് എലീശയോട് പറയുന്നതായ സമയത്ത് ഞാൻ നിന്നോടൊപ്പം വരാം. ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമെന്നാണ്. എലീശ, നീ മന്ദിരം നോക്കിക്കോളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോടൊപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. എരിഹോവിലേക്ക് ചെന്നു. നീ എരിഹോവിൽ തന്നെ ആയിരിക്കുക. എരിഹോവ് എന്ന് പറഞ്ഞ യുദ്ധം, സുവിശേഷ വേല, പിശാചിനോടുള്ളതായ പോരാട്ടമാണ്. യഥാർത്ഥമായ സുവിശേഷ വേല യുദ്ധമാണ്. ആ കാര്യം നിങ്ങൾക്കറിയാമോ? അന്ധകാര ശക്തിയോട് പോരാടുന്നതാണ് സുവിശേഷ വേല. ദുഷ്ടാത്മശക്തികളോട് പോരാടിയിട്ട് പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നതായ ആത്മാക്കളെ വിടുവിക്കുന്നതാണ് യഥാർത്ഥമായ ദൈവവേല. ദൈവവേല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയും പാട്ടുപാടുകയും മറ്റെന്തൊക്കെയുമാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ദൈവവേല എന്ന് പറഞ്ഞാൽ പിശാചിനോട്
പ്രാർത്ഥനയിൽ പോരാടുന്നതാണ്. വിശ്വാസത്തോടെ സാത്താനെ ജയിക്കുന്നതാണ്. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ മദ്യപാനികളെയും വ്യഭിചാരികളെയും ഒക്കെ, ദുർമാർഗികളെയും ദുഷ്ടന്മാരെയും ഒക്കെ വിടുവിച്ചെടുക്കുന്നതാണ് പിശാചിന്റെ കയ്യിൽ നിന്ന്. അതാണ് യഥാർത്ഥമായ സേവ. ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കണം, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം, കെട്ടപ്പെട്ട് കിടക്കുന്നവരെ അഴിക്കണം. അതാണ് യേശുക്രിസ്തു ചെയ്തതായ ദൈവവേല. അതാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവവേല. ഏത് മീഡിയയിൽ കൂടിയാണെങ്കിലും ഏതു രീതിയിൽ ചെയ്താലും അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആത്മാക്കളെ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണം, പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുക്കണം. നിത്യനരകത്തിലേക്ക് പോകുന്നവരെ സ്വർഗീയ അവകാശികളായി മാറ്റണം എന്ന ആശയോടെ, ആഗ്രഹത്തോടെ യെരിഹോവിൽ താമസിച്ച് സുവിശേഷ പ്രവൃത്തി ചെയ്യൂ. ഞാൻ യോർദാനിലേക്ക് പോകുന്നു. യോർദാൻ എന്ന് വെച്ചാൽ മരണം. എന്താണ്? ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എലീശ എന്താണ് പറഞ്ഞത്? യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. നിന്നോടൊപ്പം മരിക്കുന്നതിനു വേണ്ടിയും ഞാൻ ഒരുക്കമാണ്. ആ യോർദാൻ കടക്കുന്ന സമയത്ത് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് എന്താണ് വേണ്ടത് ചോദിക്കൂ എന്ന്. എന്താണ് ചോദിച്ചത്? എന്താണ് അവൻ ചോദിച്ചത്? അവകാശമെല്ലാം എനിക്ക് എഴുതി നൽകാൻ വേണ്ടി പറഞ്ഞോ? ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് നൽകാൻ പറഞ്ഞോ? എന്താണ് അവൻ ചോദിച്ചത്? എന്താണോ? നിന്റെ ആത്മാവ് അല്ല, നിന്റെ ആത്മാവല്ല, നിന്റെ മേലുള്ളതായ ആത്മാവിൽ. ഇന്ന് പലരും ദൈവദാസന്മാരെ നോക്കിയിട്ട് പറയാറുണ്ട്, അങ്ങേപ്പോലെ ആയിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നിന്നെപ്പോലെ ആയാൽ എന്താണ് പ്രയോജനം? നിന്നെ ദൈവം അഭിഷേകിച്ചിരിക്കുന്ന ആ ആത്മാവ് എനിക്ക് വേണം. നിന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ആ അഭിഷേകം എനിക്ക് വേണം. ഈ ജയ്പോളിന്റെ അഭിഷേകം വേസ്റ്റ് ആണ്. ജയ്പോളിനെ പോലെ ആകാൻ ആഗ്രഹിക്കരുത്. ജയ്പോളിൽ ഉള്ളതായ ആ ആത്മാവ് മാറുകയാണെങ്കിൽ പിന്നെ ജയ്പോൾ ഒന്നുമില്ല, ശൂന്യം, ഒരു പ്രയോജനവുമില്ല. എന്താണ്? നിന്നെ ഇത്രമാത്രം ദൈവം ഉപയോഗിച്ചില്ലേ? ആ നിന്റെ മേലുള്ളതായ ആത്മാവ്, നിന്നെ ഇത്രമാത്രം കാത്തു സൂക്ഷിച്ച ദൈവാത്മാവ്, നിന്നെ വിശുദ്ധീകരിച്ചതായ ദൈവത്തിന്റെ ആത്മാവ്, നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നടത്തുന്നതായ ആത്മാവില്ലേ? ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. എത്ര വലിയതായ ആഗ്രഹമാണ്! നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ഏലിയാവിനേക്കാൾ കൂടുതൽ എലീശ 2 ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്തതായി കാണാം. യൗവനകാലത്ത് അവൻ കഷ്ടപ്പെട്ടു, യൗവനകാലത്ത് ഒരു പരിചാരകനായി അവൻ നിന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ അവനെ ദൈവം ഉയർത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ വിശാലമായ ചെറുകിൻ മറവിൽ നിങ്ങൾ താഴ്ന്നിരിക്കുക. ഇപ്പോഴുള്ള യൂത്ത് പാസ്റ്റേഴ്സ് എല്ലാം ഈ താഴ്ന്നിരിക്കുന്നവർക്ക് പിടിക്കത്തില്ല. ഒരു ദൈവദാസനിൽ നിന്ന് പഠിക്കുകയില്ല, ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കില്ല. എന്റെ മേൽ ദൈവത്തിന്റെ അസാധ്യമായ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം വീഴാനിടയാകും, പരിഹാസപാത്രമായി മാറുകയും ചെയ്യും. യേശുക്രിസ്തു പോലും 30 വർഷത്തേക്ക് വെളിയിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ്? മാതൃകയായിരിക്കാനായി. ഞാൻ 18 വയസ്സ് മുതൽ ദൈവവേല ചെയ്യുന്നുണ്ട്. എന്നാൽ 30 വയസ്സ് ആകുന്നത് വരെ ജയ്പോളിനെ ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ദൈവവേല ചെയ്തുകൊണ്ടിരുന്നതായ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ വീതികളിലും ഉൾനാടുകളിലും കുടിലുകളിലുമുള്ള കുറച്ചു പേർക്ക് അല്ലാതെ വെളിയില് ഒരു വ്യക്തിക്ക് പോലും എന്നെ അറിയില്ലായിരുന്നു. ആർക്കും എന്നെ അറിയുകയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. ഏകദേശം എനിക്കൊരു 50-55 വയസ്സ് വരുന്നത് വരെയും എന്നെ സംബന്ധിച്ച് ഞാൻ പോരുന്നതായ പ്രദേശങ്ങളിൽ അല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള TV പ്രോഗ്രാമുകൾ ആ കാലത്ത് ഇല്ലായിരുന്നു. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യൗവനകാലത്തെ എനിക്ക് TV പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കുമായിരുന്നു? ഇപ്പോഴുള്ള അനേകം ആളുകളും വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് TV പ്രോഗ്രാമുകളൊക്കെ ചെയ്യണമെന്നാണ്. 12 വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് TV പ്രോഗ്രാമുകൾ തുടങ്ങാൻ സഹായിച്ചത്. 1992 വർഷത്തിലാണ് കാൽവറി ദർശനം എന്ന പാട്ട് റെക്കോർഡ് ചെയ്തത്. 2013 ആദ്യത്തെ TV പ്രോഗ്രാം ആരംഭിക്കാനിടയായത്. എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം വെച്ചിട്ട് TVയിൽ കൂടി വചനം പ്രഘോഷിക്കണമെന്ന് വിചാരിച്ച് ഒരു പ്രോഗ്രാമിൽ തുടങ്ങി. ഇപ്പോൾ നോക്കൂ, എത്രയോ പ്രോഗ്രാമുകൾ, എത്രയോ ചാനലുകളിൽ കൂടെ ചെയ്യാൻ കഴിയുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാനിടയാകും. അപ്പോൾ വരെയും സ്നേഹവും വിശ്വാസവും സമാധാനവുമൊക്കെ ശീലിക്കുക. നിന്റെ ശരീരത്തെ നീ നുറുക്കുവാൻ വേണ്ടി പഠിക്കുക. നിന്റെ ആഗ്രഹത്തെ ക്രൂശീകരിക്കാൻ പഠിക്കുക. ദൈവത്തിന്റെ ഹിതത്തെ പഠിക്കുക. എവിടെ ചെന്നാലും, ഒരു മിലിറ്ററിയിൽ ചെന്നാൽ അവിടെ ട്രെയിനിങ് ഉണ്ട്. ഡോക്ടർ ആവണമെങ്കിൽ ഇത്രയും വർഷങ്ങൾ പഠിക്കണം. എഞ്ചിനീയർ ആവണമെങ്കിൽ കോളേജിൽ പോയി ആ കോഴ്സ് പഠിക്കണം. ഒരു ദൈവദാസനാണെങ്കിൽ എങ്ങനെയാണ്? ബൈബിൾ നാം വായിച്ചു പഠിക്കേണ്ടതല്ലേ? വചനം പഠിക്കേണ്ടത് ആവശ്യമല്ലേ? ദൈവത്തിന്റെ കൃപ ആവശ്യമല്ലേ? ദൈവത്തിന്റെ അഭിഷേകം ആവശ്യമായിരിക്കുന്നില്ലേ? നീ തന്നെ സെൽഫ് അപ്പോയിന്റ് ചെയ്യുകയാണോ? എന്താണ്? ഇന്ന് നോക്കിയാൽ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും സ്നാപക യോഹന്നാനെ കുറിച്ച്. സ്നാപക യോഹന്നാൻ വളരെ ശക്തനായ ഒരു ശുശ്രൂഷകൻ ആയിരുന്നു. 6 മാസമേ അവൻ സേവ ചെയ്തുള്ളൂ. നമ്മെപ്പോലെ, എന്നെപ്പോലെ 50 വർഷമല്ല ചെയ്തത്. എന്താണ്?
6 മാസമാണ് ദൈവവേല ചെയ്തത്. ശക്തമായ ദൈവവേല. അവൻ വാക്ക് പറഞ്ഞ് മാറ്റിയില്ല. ആരോടും കോംപ്രമൈസ് ചെയ്തില്ല. കൊല്ലുവാണെങ്കിൽ എന്നെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടുകൂടെ ഉള്ള കാര്യം ഉള്ളതുപോലെ ദൈവവചനം പറയാനിടയായി. രാജാവിനെ ശാസിക്കുവാനിടയായി. 6 മാസമേ ദൈവവേല ചെയ്തുള്ളൂ. അവസാനം ശിരസ് ഛേദിച്ചു, മരിച്ചു പോകാനിടയായി. എന്നാൽ കർത്താവ് പറയാനിടയായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം വായിക്കാം നമുക്ക് 1:6. ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. എവിടെ നിന്നാണ് അയക്കപ്പെട്ടത്? ദൈവം അയച്ചതായ ഒരു മനുഷ്യൻ. ദൈവത്തിന്റെ അടുക്കൽ നിന്നും അയക്കപ്പെട്ടതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ. അയക്കപ്പെട്ടവൻ, അതായത് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവരെന്നാണ്, വേർതിരിക്കപ്പെട്ടവരെന്നാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്, ദൈവം അയച്ചതായ വ്യക്തി. അതുകൊണ്ട് ദൈവവേല ശക്തമായി ചെയ്യാനിടയായി. ഇന്ന് ദൈവത്താൽ അയക്കപ്പെടാതെ അവരവർ സെൽഫ് അപ്പോയിന്റഡ് ആണ് ചെയ്യുന്നത്. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ദൈവവേല ചെയ്യുന്നതിന് വേണ്ടി അവർക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ദൈവിക വേലയും മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അവസാനം സകലതും തലകീഴായിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് അപമാനം വരുത്തി വെക്കുകയും ചെയ്യും. യുവജനങ്ങളെ ജാഗ്രത, യൗവനക്കാരാ ജാഗ്രത. യൗവന കാലത്ത് നുകം ചുമക്കുന്നത് മനുഷ്യന് അനുഗ്രഹമാണ്. യൗവനത്തിൽ തന്നെ വലിയവരായി പോകാൻ വേണ്ടി ആഗ്രഹിക്കരുത്. യൗവനകാലത്ത് നുകം ചുമക്കുക. യൗവനക്കാരൻ അവന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ എന്ന് പറയുന്നു. പൊടിയോളം താഴ്ത്തുകയാണ് എന്ന് വിചാരിക്കുക മുഖം. നിങ്ങൾ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ആ പൊടി മുഴുവൻ അകത്ത് കയറാനിടയാവും. ശരിയല്ലേ? അതുകൊണ്ട് പൊടിയിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവൻ ഒരക്ഷരം മിണ്ടരുതെന്നാണ് പറയുന്നത്. നീ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ചീത്ത വിളിച്ചാലും ഒരക്ഷരം മിണ്ടരുത് എന്നും പറയും. മിണ്ടാതിരിക്കണം. യൗവനക്കാർ അതെല്ലാം പഠിക്കേണ്ടതാണ്. പഠിക്കുവാൻ കഴിയുമോ എന്ന്? നിനക്ക് വിവരമില്ലടാ, ശരിയാണ്. നിനക്ക് നാണമില്ലടാ, ആ ശരിയാണ്. ആ എന്ന് പറയാൻ കഴിയുമോ? ഉള്ള കാര്യമാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുമെന്ന് പറയും. സത്യം അംഗീകരിച്ചു കൊടുക്കുക എന്നത് അത് സാധാരണമായ കാര്യമാണ്. ഇല്ലാത്തതാണെങ്കിലോ? ഉള്ള കാര്യമാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കണം. സത്യമല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി കഷ്ടത വഹിച്ചാൽ എന്ത് പ്രയോജനം? നിങ്ങൾ നന്മ ചെയ്തിട്ടും നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാകുന്നു. യോസേഫ് വ്യഭിചാരം ചെയ്തില്ല. യോസേഫ് പോത്തിഫറിന്റെ ഭാര്യയെ നശിപ്പിച്ചില്ല. പോത്തിഫറിന്റെ ഭാര്യയാണ് യോസേഫിനെ പിന്തുടർന്നത്. വേണമെങ്കിൽ അവനത് തെളിയിച്ചു കൊടുക്കാമായിരുന്നു. എന്നാൽ അവനെ ദുഷിച്ച് അവന്റെ മേൽ പരാതിപ്പെട്ടപ്പോൾ, എന്നെ തന്നെ നീ ദ്രോഹിക്കുകയാണോ, എന്റെ ഭാര്യയെ തന്നെ നീ തൊടുവാൻ നോക്കിയോ എന്ന് പറഞ്ഞവനെ കാരാഗൃഹത്തിൽ അടയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ യോസേഫ് ഏതെങ്കിലും രീതിയിൽ അവനെ ന്യായീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചോ? ഒന്നും സംസാരിച്ചില്ല. സംസാരിച്ചാൽ എന്തു പറ്റുമെന്ന് അറിയാമോ? പറഞ്ഞാൽ അവരുടെ കുടുംബം നശിച്ചു പോകും. ഭാര്യയെ വേണമെങ്കിൽ അയാൾ കൊന്നുകളയും. പോട്ടെ, സാരമില്ല, ഞാൻ അപമാനിക്കപ്പെട്ടാലും അവർ സുഖമായി ജീവിച്ചാൽ മതി. അത് യേശുവിന്റെ സ്വഭാവമാണ്. ഇന്ന് യൗവനക്കാരായിരിക്കുന്നതായ നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. ഫ്രാൻസിസ് എന്ന് വിളിക്കുന്ന ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. അവന് വസ്ത്രങ്ങൾ വളരെ ഇഷ്ടമാണ്. അവന്റെ പിതാവ് ഒരു വസ്ത്ര വ്യാപാരി ആയിരുന്നു. വസ്ത്രവ്യാപാരിയുടെ മകന് വസ്ത്രത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ? കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ നല്ലവണ്ണം തയ്ച്ച് കാലത്ത് അങ്കിയൊക്കെ ധരിക്കുന്നതായ കാലത്ത് നല്ല നല്ല രീതിയിലുള്ളതായ വ്യത്യസ്തമായ അങ്കികൾ ധരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവനാണ്. ഒരു ദിവസം അവനൊരു രോഗം പിടിപെടാനിടയായി. 1 മാസത്തോളം കിടക്കയിലായിരുന്നു. 1 മാസം അങ്ങനെ രോഗിയായിട്ട് കിടക്കമേൽ കിടന്നിട്ട് രോഗം മാറി എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി കുറെ നാളുകളായി നല്ല വസ്ത്രം ധരിക്കുന്നില്ല, പുതുപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിലക്കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് നോക്കി. ചുവന്ന കളറിലുള്ള ആ സിൽക്ക് അങ്കി അവൻ ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു അസ്ഥിപഞ്ജരത്തിന്മേൽ തുണിയിട്ടതുപോലെ അവന് തോന്നി. അപ്പോൾ അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇത്രയും കാലം എൻ്റെ വസ്ത്രത്തെയാണല്ലോ സ്നേഹിച്ചത്, എന്നാൽ എൻ്റെ ശരീരമാണല്ലോ പ്രധാനം. ഏത് വസ്ത്രവും എനിക്ക് ധരിക്കണമെങ്കിൽ എൻ്റെ ശരീരം നല്ലതായിരിക്കണമല്ലോ. ആഹാരത്തിനേക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവുമാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ സമയത്ത് അവനിലൂടെ ഇടപെട്ടുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുവാനിടയായി. രക്ഷിക്കപ്പെട്ടതിന് ശേഷം മാതാപിതാക്കളിൽ നിന്ന് വിട്ട് ദൈവത്തിന്റെ വിളി അനുസരിച്ചുകൊണ്ട് ഓരോരോ ദേശങ്ങളിൽ ചെന്ന് സുവിശേഷം അറിയിക്കാനിടയായി. എന്നിട്ട് അവിടെ ചെന്നൊരു കല്ല് നല്ലവണ്ണം കഴുകി അതിന് മേൽ ഭക്ഷണം വെച്ച് കഴിക്കും. ഭക്ഷണം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഒരു സഞ്ചി അദ്ദേഹത്തിന്റെ തോളിൽ എപ്പോഴും തൂങ്ങിക്കിടക്കുമായിരിക്കും. എപ്പോഴും പുറകിലാണ് അത് തൂക്കിയിട്ടിരിക്കുന്നത്. അദ്ദേഹം പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കൊണ്ടിട്ടാൽ അതാരാണ് കൊടുത്തത് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ദൈവം കൊടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ ആ പാറയിൽ അത് കൊണ്ടുവച്ച് കഴിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു.
അങ്ങനെ വലിയ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹം സെന്റ് ഫ്രാൻസിസ് ആയി. എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്രിസ്തുവിന്റെ സാദൃശ്യപ്രകാരം ജീവിച്ചുകൊണ്ട് ഒരു വലിയ ദൈവദാസനായി മാറി. ഒരു ദിവസം ഒരു കരടി വന്നിട്ട് ആ നാട്ടിൽ അനേകരെ കൊല്ലുവാനിടയായി. ആ ദേശത്തേക്ക് ഇദ്ദേഹം പോയി. രാത്രിയായപ്പോഴും ആളുകളെല്ലാം അകത്ത് കയറി കതകടച്ചു. എന്നിട്ട് ഇദ്ദേഹം വെളിയിൽ നിൽക്കുമ്പോൾ ജനലിൽ കൂടി നോക്കുകയാണ് ഇദ്ദേഹത്തെ അത് പിടിച്ചു തിന്നുമോ എന്നുള്ളത്. എന്നാൽ ഇദ്ദേഹം കരടിയെ നോക്കിയിട്ട് വരൂ എന്ന് വിളിച്ചപ്പോൾ ഒരു പട്ടിയെപ്പോലെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അതിരിക്കാനിടയായി. കൈകൊണ്ടതിനെ തലോടാനിടയായി. എന്താണ്? അവർ അത് കണ്ടിട്ട് അതിശയിച്ചു പോയി. അന്ന് ആദാമിനോടും ഹവ്വായോടും ദൈവം പറഞ്ഞു ഭൂമിയിൽ വാഴുവാൻ എന്ന്. ക്രിസ്തുവിന്റെ ശക്തിയും അവന്റെ സാദൃശ്യവും അദ്ദേഹത്തിൽ കാണുവാനിടയായി. ഒരു ദിവസം ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ കുഷ്ഠരോഗിയുടെ ശരീരം വെള്ളമൊഴിച്ച് ശുദ്ധിയാക്കുകയാണ്. അങ്ങനെ കഴുകുമ്പോൾ ആ കുഷ്ഠം മുഴുവൻ മാറിപ്പോകുവാൻ ഇടയായി. അങ്ങനെ പരിപൂർണമായ സൗഖ്യം പ്രാപിച്ചു. അത്രമാത്രം ദൈവത്തിന്റെ കൈയാൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഈ കാലത്ത് എന്റെ യൗവനപ്രായത്തിൽ ഞാൻ അങ്ങനെയുള്ളൊരു ദൈവദാസൻ ആയി മാറണം, ഒരു മിഷണറി ആയി മാറണം, വചനം വ്യക്തമായി സംസാരിക്കുന്ന ഒരു ദൈവദാസനായി മാറണം, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ അടുക്കൽ പോകണം, യേശുവിനെ അറിയാത്ത ആളുകളുടെ അടുക്കലേക്ക് പോകണം. യേശു എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? ഇങ്ങനെയുള്ള അത്ഭുത കാര്യങ്ങൾ എന്നിൽ കൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല? ഇന്ന് യുവജനങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ നീ എന്നെ കണ്ടതാണോ? എന്നെ അറിഞ്ഞതാണോ? നീ എൻ്റെ കൂടെയുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുവാനിടയായി ഇത്രയും കാലം ഇപ്പോൾ മുൻപോട്ട് പോയിരിക്കുന്നു. എന്നെക്കുറിച്ചുള്ള നിന്റെ ആലോചന എന്താണ്? നിന്റെ ഹിതം എന്താണ്? നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹം എത്ര പേർക്കുണ്ട്? അവർ മാത്രം ഹല്ലേലൂയ പറയൂ. എനിക്കെന്തുകൊണ്ട് ഈ പറഞ്ഞവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല? ഇത് തീരുമാനിച്ചവർ മാത്രം കൈ ഉയർത്തു. കൈ ഉയർത്തിയ 100% ആൾക്കാരും അങ്ങനെ ചെയ്യുകയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് മനസ്സിലാക്കണം യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടുവോ ഇല്ലയോ. നിശ്ചയമില്ല എന്ന് കുറച്ചുപേർ പറയും, കുറച്ചുപേർ മാനസാന്തരപ്പെട്ടില്ല എന്ന് വ്യക്തമായി പറയും. മാനസാന്തരപ്പെടുവാൻ വിചാരിക്കുന്നുണ്ടെന്ന് അനേകം ആളുകൾ പറയാറുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ തന്നെ മുൻപോട്ട് പോവുകയുള്ളൂ, മാനസാന്തരപ്പെടില്ല. എന്തുകൊണ്ടെന്നാൽ നാളെ എന്ന പദത്തിന് ഒരു അവസാനം ഇല്ല. ഭിത്തിയിൽ എഴുതാറുണ്ട് നാളെ വരൂ എന്ന്. അതായത് എപ്പോൾ പോയി നോക്കിയാലും അത് നാളെ എന്നാണ്, അതിനൊരു അവസാനമില്ല. എന്നും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതാണ് അനുകൂലമായ സമയം. ആദ്യം നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഏകനായി പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആരുടെ നിർബന്ധത്താലല്ല. നിർബന്ധത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല. നിങ്ങൾക്ക് തന്നെ ആഗ്രഹം, ആ ആശ മനസ്സിൽ ഉണ്ടായിട്ട് എൻ്റെ ദൈവമായി എനിക്ക് സന്ധിക്കണം, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കണം, എൻ്റെ യൗവന മോഹങ്ങളിൽ നിന്ന് വിടുവിക്കണം, ലോകത്തിന്റെ ആശകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കണം എന്നുള്ള ആശ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളോടെല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉള്ള ഒരു ദിവസം പോലും ദൈവത്തിന്റെ ഹിതത്തെ മനസ്സിലാക്കാതെ പോകുവാൻ അനുവദിക്കരുത്. നിങ്ങൾ മാനസാന്തരപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ ഒരു ദിവസം പോലും അതിനുവേണ്ടി നിങ്ങൾ ഇനി കാത്തിരിക്കരുത്. ഇതാകുന്നു പ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം വൃഥാവായി പോയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ബാക്കിയുള്ള കാലം ദൈവത്തിന്റെ നാമത്തിനായി നിങ്ങൾ ഉപയോഗിക്കുക. ഒരു മകൻ ഒരു സ്ഥലത്ത് പോയിട്ട് വേട്ടയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് കുറെ കല്ലുകൾ ലഭിക്കാനിടയായി. ആ കല്ലുകളിൽ നിന്ന് കുറെ എടുത്തിട്ട് അത് പോക്കറ്റിലിടുകയും വഴിയിൽ വരുമ്പോൾ ഓരോരോ കല്ല് എറിഞ്ഞ് വരികയും ചെയ്തു. എല്ലാ കല്ലും അങ്ങനെ എറിഞ്ഞു കളഞ്ഞു. അവസാനമായ കല്ല് ഇനി ഒന്നേ ഉള്ളൂ ബാക്കി. അത് എറിയുവാൻ തുടങ്ങിയ സമയത്ത് സൂര്യരശ്മി ആ കല്ലിന്മേൽ വീണിട്ട് വെട്ടിത്തിളങ്ങുവാനിടയായി. ഈ കല്ലെന്താണ് ഇങ്ങനെ തിളങ്ങുന്നത് എന്ന് നോക്കി. ഇതല്പം വ്യത്യാസമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അയൽപക്കത്തുള്ള തട്ടാന്റെ അരികിൽ അത് കൊണ്ടുപോയി. തട്ടാന്റെ അരികിൽ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം അത് കയ്യിലെടുത്തപ്പോൾ തന്നെ അത് മനസ്സിലാക്കി. 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. അവൻ അതിശയിച്ച് നിൽക്കുകയാണ്. ശരി, 20,000 രൂപ തരാം. അവസാനം പറയാ 1,00,000 രൂപ തരാമെങ്കിൽ തരുക. അയ്യോ എന്നും പറഞ്ഞ നിലവിളിക്കാനിടയായി. എന്താണ് 1,00,000 തരാമെന്ന് പറഞ്ഞപ്പോൾ കരയുന്നത് എന്തിനാണ്? ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, നീ തിരിച്ചു കൊണ്ടുപോക്കോ. അതല്ലെന്നേ. അയ്യോ പിന്നെ എന്തു പറ്റി? അയ്യോ എത്രയോ ലക്ഷങ്ങൾ. എന്റെ കയ്യിലിരുന്ന കല്ലുകളെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. അതെല്ലാം ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് കരയാനിടയായി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നോക്കിയാൽ ലക്ഷങ്ങളെക്കാൾ മൂല്യമുള്ളവയാണ്.
എന്തെല്ലാം അവസരങ്ങൾ! ഞാൻ അന്നേ നന്നായിരുന്നുവെങ്കിൽ, മാനസാന്തരപ്പെട്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. എന്ന് എത്രയോ ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച സമയത്ത് തന്നെ ദൈവം എന്നെ ദർശിക്കുവാൻ ഇടയായി. ഞാൻ യേശുവിന്റെ വേഷം ഒരു ദിവസം ധരിക്കാനിടയായി. എല്ലാവരും എന്നെ കണ്ടപ്പോൾ യേശുവിനെ പോലെയാണ് എന്ന് പറയാനിടയായി. എന്നിട്ട് ദൈവദാസൻ എന്നെ നോക്കി പറഞ്ഞു, ഇവൻ യേശുവിനെ പോലെ സേവ ചെയ്യും എന്ന്. എന്നാൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറി. ഇത്രയും കാലം എന്റെ ജീവിതം മുഴുവൻ ഞാൻ വൃഥാവാക്കി എന്ന് പറയുന്നവർ എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? ഞാൻ അന്നേ രക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വ്യഭിചാര പാപത്തിന് ഞാൻ ഇന്ന് വീണു പോകുമായിരുന്നല്ലോ. ഇങ്ങനെ ജീവിതം പ്രശ്നത്തിലാകുമായിരുന്നില്ലല്ലോ. ഇങ്ങനെ ഞാൻ കുടുങ്ങിപ്പോകുമായിരുന്നില്ലല്ലോ. കെണിയിലാകി പോകുമായിരുന്നില്ലല്ലോ. എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരുപക്ഷെ ഇത് അവസാനത്തെ ഒരു അവസരമായിരിക്കാം. ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, അന്ന് ഒരു നേരത്തെ ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഏശാവിനെ പോലെ കണ്ണുനീരോടുകൂടി മാനസാന്തരപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നാൽ മാനസാന്തരപ്പെടുവാനുള്ള അവസരം അവന് ലഭിച്ചില്ല. ആ വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ പിന്നീട് ശ്രമിച്ചിട്ടും അവന് അവസരം ലഭിച്ചില്ല. ലഭിച്ച അവസരം അവൻ വിനിയോഗിക്കാതിരുന്നത് കൊണ്ട് മാനസാന്തരപ്പെടുവാനുള്ളതായ അവസരം ലഭിച്ചില്ല. ഏശാവ് ജ്യേഷ്ഠനായി ജനിച്ച വ്യക്തിയാണ്. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ ദൈവം അവനെ ജ്യേഷ്ഠനാക്കാൻ ആഗ്രഹിച്ചതാണ്. ജ്യേഷ്ഠ അവകാശം കൊടുത്തു. ദൈവം അവനെ വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിന്റെ ഗൃഹത്തിൽ ജനിപ്പിക്കാനിടയായി. 100 മേനി വിളയിച്ചതായ ഇസഹാക്കിന്റെ ഭവനത്തിൽ ജനിച്ചു. എത്ര വലിയ വ്യക്തിയായി മാറേണ്ടതാണ് അവൻ! എന്നാൽ ദൈവത്തിന്റെ കൃപയെ ഉപേക്ഷയായി വിചാരിച്ചു. ആഹാരത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടു. വ്യഭിചാരിയായി പോയി. ലോകത്തിൽ ആശ വെച്ചു. അതുകൊണ്ട് അവൻ ഭ്രഷ്ടനായി മാറി എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ആരും തന്നെ തള്ളപ്പെട്ടു പോകാതിരിക്കട്ടെ. ദൈവം സ്നേഹിക്കുന്നതായ നാം എല്ലാവരും ദൈവത്തിന്റെ ഹിതം തന്നെ ചെയ്യട്ടെ. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ സാക്ഷികളായി ഇവിടെയായിരിക്കുന്ന എല്ലാ യൗവനക്കാരും ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. യൗവനക്കാരെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഇപ്പോൾ തന്നെ ഒരു അത്ഭുത കാര്യം നിങ്ങളിൽ ചെയ്യും. നിങ്ങളുടെ ദുഃഖം എന്താണെന്ന് അവനോട് പറയുക. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കർത്താവിനോട് പറയൂ. അവൻ നിങ്ങളെ വിട്ടുകളയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവമായതുകൊണ്ട് ഈ സമയത്ത് ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ സ്വന്തം വഴിയെ നിങ്ങൾ പോകരുത്. ഇനി ഒരിക്കലും പിശാചിന്റെ വഴിയെ നിങ്ങൾ ചലിക്കരുത്. ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതം യേശുവിലേക്ക് സമർപ്പിക്കുക. യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നല്ലവനാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയവനാണ്. അവൻ നിന്റെ കൂടെ ഇരിക്കുന്നവനാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനാണ്. ഇതിൽ കൂടുതൽ നിനക്ക് എന്താണ് വേണ്ടത്? ഇതിൽ പര സന്തോഷം നിനക്ക് എന്താണുള്ളത്? അവന്റെ പദ്ധതിയിൽ നീ ഉണ്ട്. അവന്റെ ഹിതത്തിൽ നീ ആയിരിക്കുന്നു. അവന്റെ ചിന്തകളിൽ നീ ഉണ്ട്. അവന്റെ വലിയ പദ്ധതികളിൽ നീ ഉണ്ട്. നീ നിന്നെക്കുറിച്ച് ചെറുതായി ചിന്തിക്കുന്നു. നീ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്നു. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വലിയ പദ്ധതികൾ അവൻ ചിന്തിക്കുന്നു. യൗവനക്കാരാ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. യൗവനക്കാരത്തി, ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, നിൽക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി അനേകരെ അവങ്കലേക്ക് ചേർക്കുവാനായിട്ട് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിന്നെക്കുറിച്ച് അവനൊരു പദ്ധതിയുണ്ട്. കർത്താവേ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റപ്പെടുമാറാകട്ടെ എന്ന് വായി തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കുമാറാകണമേ. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ നീ ഞങ്ങളെ അറിഞ്ഞവനാണ്, തിരഞ്ഞെടുത്തവനാണ്. ഞങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേർതിരിക്കുകയാണ് കർത്താവേ. അഭിഷേകിക്കുമാറാകണമേ. സമർപ്പിക്കുകയാണ് ദൈവമേ. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുവാൻ പോകുന്നു. അതിപ്പോൾ തന്നെ പുറപ്പെടും. ഇപ്പോൾ തന്നെ നീ ആരെയാണോ വേർതിരിച്ചത് ആ യൗവനക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ നീ ഇടപെടുമാറാകണമേ.
അവരോട് നീ സംസാരിക്കണമേ, അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കണമേ, അവരെ രക്ഷിക്കപ്പെടുത്താൻ ഇടയാക്കണമേ. രക്ഷിക്കപ്പെട്ട ആളുകൾ നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ ദാഹത്തോടെ ആയിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ ഹിതം അന്വേഷിക്കുന്ന ആളുകളായിട്ട്, നിന്റെ ഹിതം മനസ്സിലാക്കിയിട്ട് അതിൽ നിലനിൽക്കുന്നവരായി ഈ യൗവന കരാട്ടി സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തിയുടെ ജീവിതത്തിൽ നീ അത് തെളിയിക്കണമേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ